എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് ഞാൻ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് നൽകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 4ൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിശേഷണവും വിശേഷ്യം. വിശേഷ്യം എന്താണ്? നമ്മൾ ഇപ്പോൾ ഒരു വീട്, ഇതിലിപ്പോൾ ഭവനമാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വീടിന് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ വിശേഷ്യം എന്ന് പറയുന്നത്, നമ്മളൊരു വസ്തുവിനെ പറയാണ്, ആ വസ്തുവിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നോക്കൂ, വിശേഷ്യം അതിൽ ഭവനമാണ്, അതിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം എന്ന് പറയുന്നത്. വിശാലം, സ അവൾ, അല്ലെങ്കിൽ ആ ഇതിൽ പറയുന്ന ആ സ്ത്രീ. വിഗളിത കേശഭാഷ, കൃശാംഗി, പരിമ്ലാനമുഖി, അങ്ങനെയാണ് ആ സ്ത്രീയെ ഇതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താം യാചന, അതാണ് അതിൽ വിശേഷ്യം. അവളുടെ യാചന എങ്ങനെയുള്ളതാണ്? അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഹൃദയ ദ്രവീകരണീയം, ദ്രവീകരിണീം ദയനീയം, ഹൃദയ ദ്രവീകരിണീം ദയനീയം. കാഞ്ചന ബാല, ആ ഒരു പെൺകുട്ടി ഇതിൽ വരുന്നുണ്ട്, അത് ഷോഡശ വർഷയ. ജിഹ്വ, ഒരു കുഞ്ഞിൻ്റെ നാക്കിനെ കുറിച്ചിട്ടാണ്. ലോലം, കമലദളം, ഗ്രീഷ്മതാപം. നമ്മൾ ആ ടെസ്റ്റ് നോക്കിയിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. സാ അവൾ. തരളിത ഹൃദയ വിവേകശാലിനി. അർഭകഃ, പുത്രൻ എന്നാണ് അർത്ഥം. കമലോധരം, ഹംസ ശിശുമിവ. ഒന്നും കൂടി പറയാം, ഭവനത്തെ വിശേഷിപ്പിക്കുന്നത് വിശാലം. സാ എന്ന് പറയുന്നത് ഒരു അമ്മയും കുഞ്ഞുണ്ടല്ലോ, അതിലെ അമ്മയാണ്. വിഗളിത കേശഭാഷ, കൃശാംഗി, പരിമ്ലാനമുഖി. താം യാചന, അവളുടെ യാചന എങ്ങനെയുള്ളതാണ്? ഹൃദയ ദ്രവീകരിണി ദയനീയം. കാചന ബാല, ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. ഷോഡശ വർഷയോ. ജിഹ്വ, നാക്കിനെ പറയുന്നുണ്ട്. ലോലം, കമലദളം, ഗ്രീഷ്മതാപം. സാ തരളിത ഹൃദയ വിവേകശാലിനി. അർഭകഃ, കമലോധരെ, ഹംസ ശിശുമിവ. ഇപ്പോൾ ജനുവരി 2 തൊട്ട് ഞാൻ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് നൽകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.